യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ വരുമാന സ്രോതസ്സുകൾ നിയന്ത്രിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങളുടെ ഭാഗമായി റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങൾക്കുമേൽ യുഎസ് ഭൗമരാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യ 2022 റഷ്യയിൽ പാശ്ചാത്യ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം ഡിസ്കൗണ്ട് റഷ്യൻ എണ്ണയുടെ പ്രധാന വാങ്ങുന്നയാളാണ്. ജൂലൈ 30 ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഇറക്കുമതികൾക്ക് 25% തീരുവയും അധിക പിഴകളും ഏർപ്പെടുത്തിയിരുന്നു. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ തുടർച്ചയായ എണ്ണ ഇറക്കുമതിയും ദീർഘകാല വ്യാപാര തടസ്സങ്ങളുമാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി ട്രംപ് ചൂണ്ടിക്കാട്ടിയത്. പിന്നാലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം തുടങ്ങിയ ഭീമന്മാർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാന റിഫൈനറികൾ കിഴിവുകൾ കുറയ്ക്കുന്നതും ഷിപ്പിംഗ് വെല്ലുവിളികളും കാരണം റഷ്യൻ എണ്ണ വാങ്ങൽ നിർത്തിവച്ചതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. ആഴ്ചകളോളം നീണ്ട ചർച്ചകൾക്കിടയിലും ട്രംപിൽ നിന്ന് ഒരു താരിഫ് കുറയ്ക്കൽ കരാർ നേടാൻ മറ്റു പല രാജ്യങ്ങളെപ്പോലെ ഇന്ത്യക്കും സാധിച്ചില്ല. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങൽ നിർത്തിവച്ചതായി കേട്ടതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. എണ്ണ വാങ്ങൽ നിർത്തിവച്ചതിനെ നല്ല നടപടിയെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു. ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് എനിക്ക് മനസ്സിലായി. ന്യൂജേഴ്സിയിലെ വെസ്റ്റ്മിനിസ്റ്റർ ഗോൾഫ് ക്ലബിലേക്കുള്ള വാരാന്ത്യ യാത്രയ്ക്കായി വൈറ്റ് ഹൌസിൽ നിന്ന് പുറപ്പെടുമ്പോൾ ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതാണ് ഞാൻ കേട്ടത്. അത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അതൊരു നല്ല നടപടിയാണ്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ആഴ്ച ആദ്യം റഷ്യയിൽ നിന്ന് എണ്ണയും സൈനിക ഉപകരണങ്ങളും വ്യാപകമായി വാങ്ങുന്നതിലൂടെ ഇന്ത്യ അന്യായമായ വ്യാപാര രീതികൾ പിന്തുടരുകയാണെന്ന് ട്രംപ് ആരോപിച്ചു. ഈ കാരണം കൊണ്ട് ഇന്ത്യ ഓഗസ്റ്റ് 1 മുതൽ 25% താരിഫ് നൽകുകയും മുകളിലുള്ളവയ്ക്ക് പിഴയും നൽകേണ്ടി വരുമെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ എഴുതി. അതേസമയം നടപടികളുടെ വിശദാംശങ്ങൾ ട്രംപ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യ ഒരു സുഹൃത്താണ് എന്ന് ട്രംപ് സമ്മതിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ വ്യാപാര തടസ്സങ്ങളെയും റഷ്യയുമായുള്ള ബന്ധങ്ങളെയും അദ്ദേഹം വിമർശിക്കാൻ മറന്നില്ല. ഇന്ത്യ ഞങ്ങളുടെ സുഹൃത്താണ്. വർഷങ്ങളായി അവരുടെ താരിഫ് വളരെ ഉയർന്നതാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നായതിനാൽ ഞങ്ങൾ അവരുമായി താരതമ്യേന കുറച്ച് മാത്രമേ ഇടപാടുകൾ നടത്തിയിട്ടുള്ളൂ എന്നും അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രേഡ് റെപ്രസെന്റേറ്റീവിന്റെ ഓഫീസ് പ്രകാരം യുഎസും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം പതിറ്റാണ്ടുകളായി ഗണ്യമായി തുടരുന്ന ഒന്നാണ്. 2024 സാധനങ്ങൾ $129 ബില്യൺ യുഎസിന് $45.7 ബില്യൺ വ്യാപാര കമ്മിയുമുണ്ട്. ഇനി ഇന്ത്യയുടെ പ്രതികരണം അല്ലെങ്കിൽ ഇന്ത്യ തേടുന്ന ഓപ്ഷനുകൾ എന്തൊക്കെയെന്ന് നോക്കാം. കുറഞ്ഞ വിലയും ഷിപ്പിംഗ് വെല്ലുവിളികളും കാരണം ഇന്ത്യൻ സംസ്ഥാന റിഫൈനറികൾ റഷ്യൻ എണ്ണ വാങ്ങൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്ന് നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഈ വിഷയത്തിലെ പരാമർശം വരുന്നത്. എന്നിരുന്നാലും ഇന്ത്യൻ സർക്കാർ ഇതുവരെ ഈ ഒരു നീക്കം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ട്രംപ് ഭരണകൂടം ഉന്നയിച്ച വിമർശനങ്ങൾക്ക് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വെള്ളിയാഴ്ച മറുപടി നൽകുകയും റഷ്യയുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല പങ്കാളിത്തത്തെ ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയും റഷ്യയും സ്ഥിരതയുള്ളതും കാലം പരീക്ഷിച്ചതുമായ ഒരു പങ്കാളിത്തം പങ്കിടുന്നു എന്നാണ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. പങ്കിട്ട താൽപര്യങ്ങൾ, ജനാധിപത്യ മൂല്യങ്ങൾ, ശക്തമായ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ യുഎസ് ബന്ധത്തിന്റെ ശക്തി ജയ്സ്വാൾ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. ഒപ്പം നിലവിലെ സംഘർഷങ്ങൾക്കിടയിൽ ഉഭയകക്ഷി ബന്ധം മുന്നോട്ട് പോകുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു.